ചേട്ടൻ? ആ, അത് സജിന്റെ ഫ്രണ്ടാ. അതൊക്കെ ചേട്ടൻ പറഞ്ഞു. അവൻ ആലോചിച്ചിട്ടാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്. അതെ. ആ ചേട്ടൻ എന്ത് പറ്റി? അതൊക്കെ വലിയ കഥയാ. പറ അമ്മേ. ചെറുപ്പം മുതലേ പിരിയാത്ത രണ്ട് ഫ്രണ്ട്സ് ഇവർ രണ്ടാളും. എവിടെ പോയാലും ഒരുമിച്ച്. കളിക്കാൻ പോയാലും ഫുഡ് കഴിക്കാൻ പോയാലും എന്ത് വികൃതി കാണിക്കുകയാണെങ്കിലും രണ്ടാളും ഒരുമിച്ചേ ചെയ്യൂ. അത്രയ്ക്ക് ഫ്രണ്ട്സ് ആണോ? അതെ. എന്നിട്ട് ആ ഫ്രണ്ട്ഷിപ്പിന് എന്ത് സംഭവിച്ചു? അതൊക്കെ ഉണ്ട്. പറ അമ്മേ. അത് പിന്നെ ഒരു ദിവസം ഇവർ രണ്ടാളും കൂടി പൊരിഞ്ഞടിയായി. അങ്ങനെ അതിന്റെ ദേഷ്യത്തില് അവൻ വണ്ടി എടുത്ത് പോയി. ആര്? ചേട്ടനോ? അല്ല, അർജുൻ. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്നിട്ടെന്ത് സംഭവിക്കാൻ? അവസാനം കരച്ചിലും ബീച്ചിലും ഒക്കെ ആയി. അങ്ങനെ ഇവർ രണ്ടാളും കൂടി അടിയൊക്കെ സോൾവ് ആയി വരുമ്പോഴാ അന്ന് രാത്രി അവനൊരു വണ്ടി ഇടിക്കുന്നത്. അതിനുശേഷം അവൻ ഹോസ്പിറ്റലിലായിരുന്നു കുറെ ദിവസം. പിന്നെ അറിയുന്നത് അവൻ പാവം ചേട്ടല്ലേ. അന്ന് കുറെ കരഞ്ഞിണ്ടാവും. അന്ന് അവൻ കുറെ കരഞ്ഞിരുന്നു. പിന്നെ ഒരാഴ്ച ആരോടും മിണ്ടാതെ റൂമിൽ തന്നെയായിരുന്നു. അതൊക്കെ പോട്ടെ. അല്ല, നിങ്ങൾ ആ റൂം വൃത്തിയാക്കിട്ടോ? ഇല്ല. നീ അതിനും ഞാൻ വരണമായിരിക്കും അല്ലേ? ഞാൻ ആ സജിന്റെ റൂം വൃത്തിയാക്കുന്നതിനുള്ളിൽ നിങ്ങളെ റൂം വൃത്തിയായിരിക്കണം, കേട്ടല്ലോ? പിന്നെ ഇതാലോചിച്ച് സങ്കടപ്പെട്ടിരിക്കൊന്നും വേണ്ട. അവൻ കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. എന്നാലും ചേട്ടൻ ഞങ്ങളോട് ആരോടും മിണ്ടുന്നില്ല അമ്മേ. പഴയ പോലെ കളിക്കാനും വരുന്നില്ല. അതൊക്കെ വന്നോളടാ. അവനിപ്പോ എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടാവും, അതാ. പാവം ചേട്ടൻ. ഇന്നാലും അത് ഞാൻ ഇവിടെ വെച്ചേ. കട്ടിലിനടിയിലൊന്നും ഇല്ലല്ലോ അമ്മേ. ആ പേപ്പർ ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാ? അച്ഛൻ വിളിച്ചു ചോദിച്ചാൽ നന്നായി. ഇല്ലേ അതിനെ പറ്റി ഓർക്ക പോലും ഇല്ല. കിട്ടിയോ അങ്ങോട്ട്? ഇവിടെ. ഇതെന്താ? കിട്ടിയോ? പെട്ടി. ആ പെട്ടിയിൽ ഉണ്ടാവുമേ. എന്നാ തുറക്ക്. തുറക്കമ്മേ. ഞാൻ തുറക്കാം. ഇതൊക്കെ എന്താമ്മേ? ഇതാ അർജുൻ. ഇതൊക്കെ ചേട്ടന്റെ സാധനങ്ങളാണോ? ഇതെല്ലാം അവന്റെ സാധനങ്ങളല്ല. പക്ഷെ ഇതൊക്കെ സജിൻ സൂക്ഷിച്ചു വെച്ചതാ തോന്നുന്നു. നോക്കട്ടെ അമ്മേ ഫോട്ടോ. ദേ അമ്മേ ഒരു ലെറ്റർ. ഇത് മൊത്തം എഴുതി കഴിഞ്ഞില്ലല്ലോ അമ്മേ. സജിനെ, നിങ്ങളൊക്കെ എന്ത് ചെയ്യാ? അത് പിന്നെ ചേട്ടാ, ഞങ്ങള് വെറുതെ ഈ റൂമൊക്കെ ഒന്ന് നോക്കിയപ്പോ. ഓ, അത് നിങ്ങൾക്ക് കിട്ടിയല്ലേ? നീ ഇപ്പോഴും ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടോ? അതൊക്കെ അങ്ങനെ കളയാൻ പറ്റുമോ അമ്മേ? അല്ല ചേട്ടാ, ഈ ലെറ്റർ എന്താ ഫുള്ളാക്കാത്തെ? അത് അവൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എഴുതിയതാ. പക്ഷെ അത് ഫുള്ളാക്കുന്നതിന് മുന്നേ എനിക്കത് ഫുൾ എഴുതാൻ പറ്റിയില്ല. ചേട്ടൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ചേട്ടൻ സങ്കടപ്പെടുമ്പോ ഞങ്ങൾക്ക് സങ്കടാവുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഒരു സ്ഥലത്തേക്ക് വരുന്നുണ്ടോ? അതൊക്കെ ഉണ്ട്. വരുന്നുണ്ടോ? എന്നാലേ നമുക്ക് ഉച്ചയ്ക്ക് പോവാട്ടോ.